ഇന്നലെ വൈകുന്നേരം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ ഒരു വീഡിയോയിൽ മൂപ്പൻസ് വ്ലോഗ് വൈകുന്നേരം ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് ഫ്രണ്ട്സ് ആപ്പ് എന്ന് പറഞ്ഞ് കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ടുള്ള തനി മലയാളി, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ, ആലിസ്, ഇങ്ങനത്തെ ഉള്ളവരൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു മൂപ്പൻസ് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ മൂന്നുപേരെ പേര് പ്രത്യേകിച്ച് പറഞ്ഞു, കാരണം ഇവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രണ്ട്സ് ആപ്പ് മൂലം കുറേയധികം പെൺകുട്ടികളും ആൺകുട്ടികളും ചെന്ന് വീണിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞ് സെക്ഷലി ഉള്ള ടോക്കിനും അങ്ങനത്തെ ഉള്ള ആപ്പുകൾ മാത്രമാണ്, അതായത് അഡൾട്ടായിട്ടുള്ള യൂസേജുള്ള ആപ്പുകളാണ്. പക്ഷേ ഇവരൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് പോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ കുറേയധികം കുറ്റങ്ങൾ, അതുപോലെ തന്നെ കുറേയധികം പേര് ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മൂപ്പൻസ് വ്ലോഗിൽ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി ഫുള്ളായിട്ട് അതിനകത്ത് വോയിസ് ക്ലിപ്പ്, അതിനകത്ത് ബാധിക്കപ്പെട്ടവരെയൊക്കെ വോയിസ് ക്ലിപ്പൊക്കെ അതിനകത്ത് അതേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ അദ്ദേഹം പോയി കാണാവുന്നതാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മൂപ്പൻസ് വ്ലോഗ് ഇന്നിപ്പോൾ പുതിയതായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വേറെ അധികം ഇവർ മൂന്ന് പേരെ അല്ലാതെ കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സിന് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺബോക്സിങ് ഡൂഡ്, അതുപോലെ തന്നെ വേറെ കല്യാണി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ അധികം പേര് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലാമി ഗംഗ, ഇവരെക്കുറിച്ചും ഇവരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതൊന്നും അറിയാതെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് കുറേ അധികം ചതിയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടെന്ന് ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷേ ആൺകുട്ടികൾക്ക് പൈസ മുടക്കിയാലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ പെൺകുട്ടികൾക്ക് ജസ്റ്റ് കോൾ ചെയ്യുന്നതിനൊക്കെ ഇത്ര സ്റ്റാർ അല്ലെങ്കിൽ ഇത്ര ഫ്ലവർ പോലെയൊക്കെ ഉണ്ട്, അത് കളക്ട് ചെയ്താൽ പൈസ ശേഖരിക്കാൻ പറ്റും. പക്ഷേ ആൺകുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പൈസ ഇട്ട് തന്നെ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള കൂടുതലും സംസാരിക്കുന്ന സെക്ഷലായിട്ടുള്ള ടോക്കും കാര്യങ്ങളുമാണ്. ഈ ഒരു ആപ്പൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്ളോഗറുണ്ട്. ആ ഒരു ആപ്പൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്ളോഗർ എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളുമായിട്ട് പരിചയപ്പെട്ട് അതിൽ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനത്തെ ഉള്ള ആപ്പുകളാണ് മെയിനായിട്ട്. എല്ലാവരും ഇതേ കണക്കാണ് സംസാരിക്കുന്നത്. ചില കുട്ടികൾ 10ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇതേ കണക്ക് വന്നിരുന്ന് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് ഭയങ്കര രീതിയിലുള്ള ടോക്കുകളൊക്കെ മോശമായ രീതിയിലൊക്കെ സംസാരിച്ചു എന്ന് ആ ഒരു വ്യക്തി ഈ ഒരു ആപ്പൊക്കെ റിവ്യൂ ചെയ്യുന്ന ഇൻഫ്ലുവൻസറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് അവരുടെ ചാനലിൽ തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ സെർച്ച് ചെയ്താൽ അത് യൂട്യൂബിൽ കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതുപോലത്തുള്ള ഫ്രണ്ട്സ് ആപ്പ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും വിശ്വസിച്ചൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് കുറേ അധികം പൈസ നഷ്ടപ്പെടാൻ, അതുപോലെ തന്നെ കുറേ അധികം തെറ്റായിട്ടുള്ള വഴിയിലേക്ക് നിങ്ങളെ നയിക്കും. അതുപോലെ തന്നെ ഇതൊരു അഡൽട്ട് ആപ്പാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊന്നും ഒരു ഇൻഫ്ലുവൻസറും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഈ പ്രൊമോട്ട് ചെയ്യുന്നവർ അവർക്ക് നല്ല വരുമാനം പൈസയൊക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യം. ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ട ഉടനെ യൂസ് ചെയ്യാനൊന്നും നിൽക്കരുത്.